നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ മേടിക്കണം അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ളൊരു? ഇതുവരെ എനിക്കങ്ങനെ വലിയ വലിയ മോഹങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ലൈക്ക് കിട്ടിയതിൽ സാറ്റിസ്ഫൈഡ് ആവുന്ന ആളായിരുന്നു എൻ്റെ ഒരു പാറ്റേൺ ഇത്രയും നാൾക്കിടയിൽ. പക്ഷേ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള കുറേ ഫ്രണ്ട്സൊക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന അങ്ങനെ അല്ല, നമ്മൾ കുറച്ചുകൂടി ലൈഫിൽ ഭയങ്കര അംബീഷ്യസ് ആയിരിക്കും, നമുക്ക് ഒരു ടാർഗറ്റ് വെക്കണം, നമുക്കിത് വേണം എന്നുള്ളൊരു ആഗ്രഹം അതെ 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 അതെ. അങ്ങനെയൊക്കെ വന്നതിന് ശേഷമാണ് ഇപ്പം ഞാൻ പതുക്കെ പതുക്കെ ഒന്ന് മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കണം. കാര്യം ലൈഫിൽ ഒരു അച്ചീവ്മെന്റ് ഉണ്ടെങ്കിൽ ഉണ്ടാവണമെങ്കിൽ നമ്മളൊരു കാര്യം ആഗ്രഹിക്കണം. അപ്പോൾ ആ ക്യാമറ നമുക്ക് മേടിക്കണമെങ്കിൽ ഒരു 2 ലക്ഷം രൂപയുടെ ക്യാമറ ആയിരിക്കും, നമ്മുടെ ഇപ്പോൾ കാശില്ല, പക്ഷെ അതിനത് മേടിക്കും എന്നുള്ള നിശ്ചയം ഉണ്ടെങ്കിൽ, ആ ധാർഷ്ട്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് പോയിരിക്കും, എത്തിയിരിക്കും, അത് മേടിച്ചിരിക്കും. പക്ഷെ അതിനി വേണം കേട്ടോ. എത്ര വയസ്സായി ഇപ്പോൾ? അങ്ങനെയൊന്നുമില്ല, പറയടാ. നമ്മളെന്നാലും എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ ജിഷിനെ, ഒരു പിടിയും കിട്ടുന്നില്ല. അല്ലെ ഞാൻ ചോദിച്ചു ഏജ് 25, 24 എത്രയാ? 25 കൂടിപ്പോയ? ദൈവത്തിനാണ് ആക്കിയതല്ല, സീരിയസ്ലി. എനിക്ക് 10-30 വയസ്സുണ്ട്. കഷ്ടം. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്, 25 വയസ്സാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എൻ്റെ പൊന്നെ, ഞാൻ ക്യാമറയുടെ മുന്നിൽ നിന്ന് കള്ളം പറയാറില്ല, സത്യമായിട്ടും. അല്ല, അത് ജിഷിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. പിന്നെ അതുപോലെ തന്നെ സീരിയലിൽ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ അഭിനയിക്കുന്നത് ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള ആക്ട്രസിൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അത് മകനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ ടെൻഷൻസ് കാണും. ഇപ്പോൾ എത്ര വലിയ നമ്മൾ അഭിനയിച്ചിട്ട് വന്നാലും ഇവരൊക്കെ മുന്നിൽ ഡയലോഗ് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. പിന്നെ ഡയറക്ടർ, ഇപ്പം അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ബിജുചേട്ടൻ ആയാലും പോലും, അപ്പോൾ ടെൻഷൻസൊക്കെ ഫ്രീ ആയി ഇപ്പോഴും ടെൻഷനുണ്ടോ? ടെൻഷൻ എനിക്ക് തുടങ്ങിയ സമയങ്ങളിലൊക്കെ എനിക്ക് നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രോജക്റ്റ് എന്നല്ല, ലൈക്ക് നമ്മുടെ തുടക്ക കാലഘട്ടത്തിലൊക്കെ എനിക്ക് നന്നായിട്ട് ഒരുപാട് ചീത്തയും കേട്ട് ഒരുപാട് ടെൻഷനൊക്കെ അടിച്ചിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇതിനകത്തോട്ട് വന്നിരിക്കുന്നത്. പിന്നെ അത് പതുക്കെ അങ്ങനെ സെറ്റിൽ ആവാൻ തുടങ്ങി. ലൈക്ക് നമ്മുടെ ആ ഒരു എന്താണ് ഇൻഹിബിഷൻസ് ഉള്ളതൊക്കെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി, അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഈ സാറുമാർ തന്നെ ചില സമയത്ത് ഒരു പ്രത്യേകതയുള്ളത്, ചിലപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഭാഗ്യമായിരിക്കാം, ചില ഷോട്ടുകൾ കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇത് നന്നായി ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട്, അല്ലെങ്കിൽ ചില ഇമോഷൻ സാധനങ്ങൾ ചെയ്യുമ്പോൾ അവർ തന്നെ ഇരുന്ന് കണ്ണൊക്കെ നിറഞ്ഞ് അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഞാനെന്തോ ചെയ്തു, പക്ഷേ ആ സമയത്ത് അവർ അത് കണ്ട് അവരുടെ കണ്ണ് നിറഞ്ഞെങ്കിൽ ലൈക്ക് അതിനകത്ത് അവർക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാവണല്ലോ, ഒറിജിനാലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള നമുക്കതൊരു ഒരുതരം കോംപ്ലിമെൻറ്റ് പോലെയാണല്ലോ. അപ്പം അങ്ങനത്തെ ലിറ്റിൽ കോംപ്ലിമെൻറ്റ്സ് കിട്ടുന്നത് പോലും നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്നിട്ടുള്ളതിന് ശേഷം ഇവിടുത്തെ മാം ആരായിരുന്നാലും ഭയങ്കര എൻഗേജ്ഡ് ആയിരുന്നു, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് സെറ്റിൽ ചെയ്തിട്ടാണ് ഇരുന്നിരുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മളെല്ലാവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് ഇരുന്നുകൊണ്ട് നമുക്കെല്ലാം കൊണ്ടും ഹാപ്പി ആയിരുന്നു. എനിക്കൊന്ന് മയിലാട്ടത്തിൽ അതിനകത്ത് കുറച്ച് വികൃതി ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? കുറച്ച് കോമഡിയാണ്, അല്ലെങ്കിൽ പൊന്നമ്മ ചേച്ചിയുടെയും അമ്പിളിച്ചേട്ടൻ്റെ ഒക്കെ മോനായിട്ടാണ് അതിനകത്ത് ചേച്ചി. അതിനകത്ത് ഉറക്കത്തിനായിട്ട് പോയി കിടന്ന് ഉറക്കടോ തന്തേന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കോമഡി അത് ചില ട്രോളിനകത്തൊക്കെ ഇടാറുണ്ട്. ആ ട്രോളിൽ വരുന്ന വീരനാണ് ഇതല്ലേ? അതും പിന്നെ ബസ് കണ്ടക്ടറിനകത്തുള്ള സാധനമാണ് കൂടുതലും ട്രോളിനകത്ത് വരുന്നത്. അതിനകത്ത് ഹരിശ്രേഷോൻ ചേട്ടൻ്റെയും കൽപ്പന ചേച്ചിയുടെയും മോനായിട്ടാണ്. അപ്പോൾ ആൾ എനിക്ക് ഇത് ഫുഡ് വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ എടോ തന്ത അല്ലെങ്കിൽ എന്താ റോസ്റ്റ് ഐറ്റംസ് ഒക്കെ കൊടുന്നൂടെ എന്ന് പറഞ്ഞിട്ട് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ആള് ഞാൻ തന്നെയാണ്. ഇതെന്തായാലും ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ആയിപ്പോൾ എനിക്ക് കേട്ടോ, സീരിയസ്ലി. കാര്യം നമ്മളിവിടെ വന്ന ജിഷിനുണ്ട്, പക്ഷേ ഇത് ഇത്രയും സിനിമകളിൽ ഇത്രയും നല്ല താരങ്ങളോട് അഭിനയിച്ച ഒരാളാണെന്ന് ഇവിടെ ഇരിക്കുന്നുള്ളത് മനസ്സിലായിട്ടില്ലായിരുന്നു. കണ്ടാ പറയുന്നില്ല, മനസ്സിലാവണ്ടേ, ഇപ്പോഴല്ലേ പറഞ്ഞപ്പോഴേ മനസ്സിലായത്. പക്ഷേ ഈ ഒരാൾക്ക് സിനിമകളിലേക്ക് വരണമെന്ന് ഇപ്പം ഇവരുടെ കൂടെ തന്നെ വളർന്നപ്പോഴും അഭിനയിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടില്ല. പണ്ട് എനിക്ക് സിനിമ കിട്ടിയിരുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് എത്രയാണെന്നോ അതിൻ്റെ ഒരു ഹ്യൂജ്നെസ് എന്താണെന്നുള്ള എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് ശരിക്കും നമുക്ക് ഒരു ഐഡിയ എന്താണ് അഭിനയിച്ചു തുടങ്ങും. പണ്ടൊക്കെ നമുക്ക് അഭിനയം എന്ന് പറയുമ്പോഴേക്കും ഓക്കെ കാഷ്വൽ നമ്മളിങ്ങനെ എടുത്തിരുന്നു. പക്ഷേ ഇപ്പോഴാണ് നമ്മൾ അഭിനയത്തിനെ കുറിച്ച് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും, ക്യാമറയെ കുറിച്ച് പഠിക്കുന്നു, ആംഗിൾസിനെ കുറിച്ച് പഠിക്കുന്നു, ഓരോ ഷോട്ട്സിനെ കുറിച്ച് പഠിക്കുന്നു. ഓരോ തവണ നമ്മൾ കൂടുതൽ മനസ്സിലാക്കി വരുമല്ലോ. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സിനിമയിലോട്ട് കടക്കാമായിരുന്നു എന്നുള്ളൊരു ചിന്ത കൂടുതലും വരണത് ഇപ്പോഴാണ്. അത് ചിന്തിക്കുന്ന തെറ്റൊന്നുമില്ല. കാര്യം നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ അഭിനയം ആരാണ് ഇങ്ങനെ കൊണ്ട് അഭിനയിപ്പിക്കാൻ വിട്ടതാരാണ്? അച്ഛനാണെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ പണ്ട് സിനിമകളൊക്കെ പാടുമായിരുന്നു. അപ്പോൾ പിന്നെ പാടുന്നതിനിടയ്ക്ക് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് പലരെയും സ്റ്റാർട്ടിങ് പാട്ടായിരുന്നു, കോറസൊക്കെ വെച്ച് പാടുമായിരുന്നു. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഓരോരുത്തർ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ വെച്ച് മീറ്റ് ചെയ്യും. പിന്നെ സത്യനന്ദിക്കാട് സാറിൻ്റെ പടമാണ് മനസ്സിലാക്കിയത്, ഫസ്റ്റ് മൂവി. അപ്പോൾ ആൾ തന്നെയാണ് എന്നെ ഡയറക്റ്റായിട്ട് സെലക്ട് ചെയ്തതായിരുന്നു. അങ്ങനെ കണ്ട് സാറിനെ പോയി കണ്ട് അങ്ങനെയൊക്കെ. ഈ സെലക്ഷൻ ഒരു ടാസ്ക് തന്നെ അല്ലേ?
അഭിനയത്തിലേക്ക് വരുന്നത്? എനിക്ക് അന്ന് എന്തുകൊണ്ടോ ലൈക്ക് വലിയ ഓഡീഷനും കാര്യങ്ങളൊന്നും വേണ്ടി വന്നൊന്നുമില്ല. അല്ല, അന്ന് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഈ സീരിയലായാൽ പോലും എനിക്കൊന്ന് ചാനലിൽ ഫോട്ടോ അയച്ചു കൊടുത്തുള്ളൊരു അപ്രൂവൽ അല്ല എടുക്കുന്നത്. അവിടെ പ്രൊഡ്യൂസർ ഡയറക്ടറാണ് എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഡയറക്റ്റ് ചാനലിൽ വിളിച്ച് അപ്രൂവൽ എടുത്താൽ മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ അല്ലേ? അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒത്തിരി പേരുടെ ഒരു ആഗ്രഹങ്ങൾ തട്ടിത്തെറിച്ച് പോകുന്നല്ലോ തോന്നാറില്ലേ? അതിപ്പോൾ ഏതൊരു ഫിലിം മേക്കർ ആണെന്നുണ്ടെങ്കിൽ പോലും ലൈക്ക് അവരുടെ മനസ്സിനകത്തൊരു ക്യാരക്ടറിന് പറ്റിയൊരു ബോഡി ലാംഗ്വേജോ ഫേസോ അവരുടെ മനസ്സിനകത്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ എങ്ങനെ വന്നാലും അത് നോക്കും. ലൈക്ക് പിന്നെ എപ്പോഴും ലൈക്ക് 100% സ്കിൽ അല്ലെങ്കിൽ 100% ലുക്സിൽ മാത്രം നിൽക്കില്ലല്ലോ. ഇതൊരു ബാലൻസ് ആയിട്ട് കഥാപാത്രത്തോട് അതെ അതെ. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ഇടകലർന്ന് പോയാലേ കാര്യമുള്ളൂ. അതുകൊണ്ട് ഒന്നിൽ മാത്രം ഭയങ്കരമായിട്ട് പ്രശോഭിച്ച് നിന്നുകൊണ്ട് മാത്രം ഒന്നും ആവുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മേ ബി ലൈക്ക് മുന്നിലോട്ട് പോവുമായിരിക്കും, ബട്ട് സ്റ്റിൽ ലൈക്ക് ബാലൻസ് ഇസ് എവറിത്തിങ്. അതെ, ബാലൻസ് ആണ് വേണ്ടത്. രണ്ടും താഴെ തട്ട് താഴെടുത്തല്ലേ, മാറാറെ തട്ട് താഴ്ന്നു ഇരിക്കുന്ന വേണ്ട, ഒരുപാട് താഴെ വേണ്ട. വിളിച്ചാൽ പറ്റിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ഫോൺ വിളിച്ചിട്ട് പറ്റിക്കാൻ പറ്റിയ? ഞാൻ ആരെയും പറ്റിക്കാറില്ല. ഞാൻ പെൺകുട്ടികളുടെ കാര്യമല്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പറയില്ല ബ്രോ, ഒരിക്കലും അങ്ങനെ നിഷ്കളങ്കനാണ്, പറയത്തേ ഇല്ല. ഞാൻ ചോദിച്ചതല്ല, പറ്റിക്കാൻ പറ്റിയ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? പെണ്ണുങ്ങളല്ല, ആണെങ്കിലും ചോദിച്ചത്. ബോയ് ഓർ ഗേൾ കുഴപ്പമില്ല, നമുക്കൊരു ചെറിയ പ്രാങ്ക് കോൾ ചെയ്യാനായിട്ടാ. കൊടുത്താൽ ഏത് കോൾ ചെയ്താൽ പെട്ടെന്ന് വരാൻ പറയുന്ന ഒരു ഫ്രണ്ട്, എടാ എനിക്ക് ഇന്നോട് ചെറിയൊരു സംഭവം ഉണ്ട്, വരാൻ പറ്റുമില്ലെങ്കിൽ ഫോണില്ല. നമ്പർ കാണാറിയോ? ഇല്ല. കട്ട് ചെയ്യാം, ഫോൺ എടുത്തോണ്ട് വരാം. അല്ല, ഫോൺ എടുത്തിട്ടും കാര്യമില്ല, കാരണം ഫോണിന്റെ ഡിസ്പ്ലേ അങ്ങോട്ട് പോയിട്ടിരിക്കുക. നമ്പർ കാണാതെ അറിയത്തില്ല ആരുടെ? ലവറിന്റെ നമ്പർ കാണാൻ അറിയത്തില്ല. ഞാൻ കൂടി കാണാണ്ട് അറിയുന്നത് എൻ്റെ അമ്മയുടെ നമ്പറാണ്. അമ്മ ഇപ്പം ബാംഗ്ലൂരോ? ബാംഗ്ലൂര്. അപ്പൊ അമ്മയെ വിളിച്ചോ, ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുക, അമ്മ കാണണം. അപ്പൊ എന്താ അമ്മ പറയുന്നറിയാം? അമ്മയുടെ നമ്പർ കാണാൻ അറിയത്തില്ലേ? ഇല്ല, അമ്മയ്ക്ക് അവിടെ നന്നായിട്ട് പണിയെടുക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് ഒന്നും മിണ്ടാണ്ടെന്നുള്ള ഇത് നമ്മൾ നേരത്തെ ചെയ്ത കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഫോൺ എടുത്ത് അകത്ത് വെച്ചിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ ഒരു പാട്ടുകൂടെ പാടാൻ പറയുക. പാട്ട് പാടാനോ? ഒരു പാട്ടും കൂടെ. ഇനിയിപ്പോൾ ഏത് പാട്ടാ പാട്? ഇഷ്ടമുള്ള ഒരു ഫാസ്റ്റ് ആയിക്കോട്ടെ. ഈ മ്യൂസിക്കിലാണ്ട് പാടുമ്പോൾ എപ്പോഴും മെലഡി പാടുമ്പോഴാണ് അതിൻ്റെ സുഖം. പാടിക്കോളൂ. ഞാൻ ഹിന്ദി പാടിയല്ലോ. ഹിന്ദി ഇഷ്ടംമാതിരി പാടാം. चाहे जो तुम्हें पूरे दिल से मिलता है वो मुश्किल से, ऐसा जो कोई कहे बस वो ही सब से हंसी, उस हाथ को तुम थाम लो, वो मेहरबान कल हो न हो. हर घड़ी बदल रही है धूप जिंदगी, छाँव है कभी कभी है धूप जिंदगी, हर पल यहाँ जी भर जियो, जो है समा कल हो न हो. സൂപ്പർ ബ്രോ, അടിപൊളി.